അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഹാഫിർലി എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് രണ്ടാമത്തെ പേപ്പർ. ഇതിനു മുമ്പ് പേപ്പർ 1ൻ്റെ എല്ലാ ആൻസേഴ്സും ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ആ വീഡിയോ വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഹാഫിർലി എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ ഇതുവരെ എടുത്ത മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ആൻസേഴ്സ് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ചരിത്രത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വിളിപ്പേര്. ഓപ്ഷൻസ്: അൽ ഫാറൂഖ്, അബു ഹഫ്സ്, അസദുല്ല. ചരിത്രം: അബു ഹഫ്സ്. 2. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ മറവ് ചെയ്ത സ്ഥലം. ഓപ്ഷൻസ്: മക്ക, മദീന, കൂഫ. ചരിത്രം: കൂഫ. 3. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം. ഓപ്ഷൻസ്: 12 വർഷം, 10 വർഷം, 30 വർഷം. ചരിത്രം: 12 വർഷം. 4. ജിന്നുകൾ ഉണ്ടെന്ന് വിശ്വസിക്കൽ. ഓപ്ഷൻസ്: ഹറാം, വാജിബ്, സുന്നത്ത്. ചരിത്രം: വാജിബ്. 5. റഗ്ബത്തുൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഓപ്ഷൻസ്: ആഗ്രഹം, ആവശ്യം, വിതരണം. ചരിത്രം: ആഗ്രഹം. 6. ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായ മാസം. ഓപ്ഷൻസ്: റബീഉൽ അവ്വൽ, റമളാൻ, ദുൽഹിജ്ജ. ചരിത്രം: ദുൽഹിജ്ജ. അടുത്ത പ്രവർത്തനം ചേരുംപടി ചേർക്കുക. 7. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകൻ. 8. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖാദിം. 9. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനപ്പേര്. 10. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകൻ. 11. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തെ കലാപത്തിൻ്റെ സൂത്രധാരൻ. ഇപ്പുറത്ത് നോക്കൂ. എ. അബൂ ലുഅ്ലുഅ. ബി. ഇബ്നു സബ. സി. അസ്ലം. ഡി. അബ്ദുറഹ്മാൻ ബിൻ മുൽജിം. ഇ. ഹൈദർ. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിലെ ലെറ്റർ അതിന് നേരെ എഴുതാം. 7. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകൻ. ചരിത്രം: ഡി. അബ്ദുറഹ്മാൻ ബിൻ മുൽജിം. 8. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖാദിം. അതിന് ശരിയായത് ഓപ്ഷൻ സി, അസ്ലം. 9. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനപ്പേര്. അതിന് ശരിയായത് ഓപ്ഷൻ ഇ, ഹൈദർ. 10. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകൻ. അതിന് ശരിയായത് ഓപ്ഷൻ എ, അബൂ ലുഅ്ലുഅ. 11. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തെ കലാപത്തിൻ്റെ സൂത്രധാരൻ. അതിന് ശരിയായത് ഓപ്ഷൻ ബി, ഇബ്നു സബ. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 12. ജിന്നുകളിലെ ഡാഷ് ആണ് ഷൈത്താൻമാർ. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് കാഫിറുകൾ. ജിന്നുകളിലെ കാഫിറുകളാണ് ഷൈത്താൻമാർ. 13. സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരനാണ് ഡാഷ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരനാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. 14. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഷഹാദത്തോടെ ഡാഷിൻ്റെ സുവർണക്കാലം അവസാനിച്ചു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഖിലാഫത്തിൻ്റെ. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഷഹാദത്തോടെ ഖിലാഫത്തിൻ്റെ സുവർണക്കാലം അവസാനിച്ചു. 15. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ലിമായപ്പോൾ ഡാഷ് അദ്ദേഹത്തെ കെട്ടിയിട്ട് മർദ്ദിച്ചു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് പിതൃവ്യനായ ഹക്കം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ലിമായപ്പോൾ പിതൃവ്യനായ ഹക്കം അദ്ദേഹത്തെ കെട്ടിയിട്ട് മർദ്ദിച്ചു. 16. ഇന്ന സമഅ വൽ ബസറ ഡാഷ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് വൽ ഫുആദ. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ഇർതകബ്തു അലൽ ഖതാ ഡാഷ് വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഗൈറ ഹസ്റിൻ. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്റിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി.
അടുത്ത പ്രവർത്തനം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 18. ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥമെന്ത്? ഉത്തരം സമാധാനം. 19. അലി റളിയല്ലാഹു അൻഹു പങ്കെടുക്കാത്ത യുദ്ധം ഏത്? ഉത്തരം തബൂക്ക്. 20. മൻ സഅല മൂസ അയ്യുൻ നാസി അഅലം? ഉത്തരം റജുലും മിൻ ബനി ഇസ്രായീൽ. 21. ദുന്നൂറൈൻ എന്ന പേര് ലഭിച്ച മഹാൻ ആര്? ഉത്തരം ഉസ്മാൻ റളിയല്ലാഹു അൻഹു. 22. ജുലസാ എന്ന വാക്കിന്റെ അർത്ഥം? ഉത്തരം സദസ്യർ. 23. ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ വയസ്സ് എത്ര? ഉത്തരം 10 വയസ്സ്. അടുത്ത പ്രവർത്തനം ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 24. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനെ എന്താണ് ഏൽപ്പിച്ചത്? ഉത്തരം ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ച സൂക്ഷിപ്പ് സ്വത്തുക്കൾ ഉടമസ്ഥർക്ക് നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. 25. സഹിഷ്ണുതയ്ക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെല്ലാം നിർദ്ദേശങ്ങൾ നൽകി? ഉത്തരം മനുഷ്യ ജീവൻ, സമ്പത്ത്, അഭിമാനം, വിശ്വാസം തുടങ്ങിയവയോട് ജാതിമത ഭേദമന്യേ സഹിഷ്ണുത കാണിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചത്. 26. അലി റളിയല്ലാഹു അൻഹു ഏതെല്ലാം നിലകളിൽ പ്രശസ്തനായിരുന്നു? ഉത്തരം ധീര യോദ്ധാവ്, പ്രഗത്ഭ പ്രസംഗകൻ, ഉന്നത പണ്ഡിതൻ, സാഹിത്യകാരൻ എന്നീ നിലകളിൽ. 27. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണ പ്രവർത്തനങ്ങളിൽ 2 എഴുതുക. ഉത്തരം മുസ്ലിം ഭരണത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. ബൈത്തുൽ മാലിൽ നിന്ന് ഓരോരുത്തർക്കും വാർഷിക വിഹിതം നൽകി. 28. അൽ മലായികത്തു യഹ്ളുറൂന മജാലിസ സിക്ർ. സാരം എഴുതുക. ഉത്തരം മലക്കുകൾ സിക്റിന്റെ മജ്ലിസുകളിൽ സംബന്ധിക്കുന്നു. 29. പരിശുദ്ധ ഖുർആനിന്റെ സ്വാധീന ശക്തിക്ക് ഉദാഹരണം എഴുതുക. ഉത്തരം ഇസ്ലാമിനെ കഠിനമായി എതിർത്തിരുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഖുർആൻ കേട്ട മാത്രയിൽ മാനസാന്തരമുണ്ടാകി. 30. കേൾവിയും കാഴ്ചയും വലിയ അനുഗ്രഹങ്ങളാണ്. അവയ്ക്ക് എങ്ങനെ നന്ദി ചെയ്യണം? ഉത്തരം ഈ 2 അനുഗ്രഹങ്ങളും നന്മയിൽ മാത്രം ഉപയോഗിച്ചും തിന്മയിൽ ഉപയോഗിക്കാതിരുന്നുമാണ് ശുക്ർ ചെയ്യേണ്ടത്. 31. മാസാ ഔഹല്ലാഹു ഇലാ മൂസ അലൈഹിസ്സലാം. ഉത്തരം അന്ന അബ്ദം മിൻ ഇബാദി ബിമജ്മഇൽ ബഹ്റൈനി ഹുവ അഅലമു മിൻക. അടുത്ത പ്രവർത്തനം 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 32. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണ പ്രവർത്തനങ്ങൾ. പ്രധാന ഭരണ പ്രവർത്തനങ്ങൾ: 1. കരാർ ലംഘിച്ച് വിപ്ലവത്തിനൊരുങ്ങിയ രാജ്യങ്ങളോട് യുദ്ധം ചെയ്ത് അക്രമം അമർച്ച ചെയ്തു. 2. പേർഷ്യൻ സാമ്രാജ്യം പൂർണ്ണമായും മുസ്ലിങ്ങൾക്ക് അധീനമാക്കി. 3. കപ്പലുകൾ നിർമ്മിച്ച് നാവിക സൈന്യം രൂപീകരിച്ചു. 4. റോമക്കാരുടെ അധീനതയിലായിരുന്ന ഖുബ്രുസ് ദ്വീപ്, തൊറാബുൽസ് മുതൽ തഞ്ചാവൂർ വരെയുള്ള ഉത്തരാഫ്രിക്കൻ പ്രദേശങ്ങൾ ഇസ്ലാമിക ഭരണത്തിന് കീഴിലാക്കി. 5. അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുതി സൂക്ഷിച്ച മുസ്ഹഫ് ആധാരമാക്കി ഖുർആൻ പകർപ്പുകൾ തയ്യാർ ചെയ്ത് പഠിപ്പിക്കാനുള്ള കാരികളോടൊപ്പം അവ വിവിധ ഇസ്ലാമിക പട്ടണങ്ങളിലേക്ക് അയച്ചു കൊടുത്തു. 7. ജനങ്ങൾ വർദ്ധിച്ചപ്പോൾ ജുമഅയ്ക്ക് ഒരു അസാൻ കൂടി ഏർപ്പെടുത്തി. 8. അൽ മസ്ജിദുൻ നബവി വിശാലമാക്കി. 9. റോഡുകളും പാലങ്ങളും നിർമ്മിച്ചു. 10. സത്രങ്ങൾ പണി കഴിപ്പിച്ചു. 11. ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്തു. 33. ജിന്നുകൾ അല്ലാഹു തആലയുടെ സൃഷ്ടികളാണ്. തീ കൊണ്ടാണ് അവരെ അല്ലാഹു തആല സൃഷ്ടിച്ചത്. അവർക്ക് വ്യത്യസ്ത രൂപം പ്രാപിക്കാൻ കഴിയും. ജിന്നുകളിൽ മുസ്ലിങ്ങളും കാഫിറുകളും മുനാഫിക്കുകളുമുണ്ട്. അല്ലാഹു തആലയെ അനുസരിച്ച് ജീവിക്കുന്നവരും തെറ്റു ചെയ്യുന്നവരുമുണ്ട്. അവരിൽ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. അവർ വിവാഹം ചെയ്യുകയും സന്താനോൽപാദനം നടത്തുകയും ചെയ്യും. അവർ നമ്മെ കാണും, നാം അവരെ കാണുകയില്ല. ജിന്നുകൾ ഉണ്ടെന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. അവർ മുക്കല്ലഫുകളാണ്. മനുഷ്യർമാർക്കുള്ളതുപോലെ നന്മകൾക്ക് കൂലിയും തിന്മകൾക്ക് ശിക്ഷയും അവർക്ക് ലഭിക്കും. ജിന്നുകളിലെ കാഫിറുകളാണ് ശൈത്താന്മാർ. അവർ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കും.
അവരെ തെറ്റുകളിലേക്കും അവിശ്വാസത്തിലേക്കും നയിക്കും. അവർ നമ്മുടെ ശത്രുക്കളാണ്. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.